ഹായ് ഡിയേഴ്സ്, ഇതാ ഞങ്ങളിന്ന് സ്കൂളൊക്കെ വിട്ടിട്ട് വിശന്ന് വലഞ്ഞ് വീട്ടിലേക്ക് നടക്കുകയാണ്. എന്നും വീട്ടിലേക്ക് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഉപ്പുമാവ്. നമ്മളിന്ന് സ്കൂൾ വിട്ടെന്ന് കഴിച്ചതൊന്നും അവർക്ക് പറ്റില്ല, അവർക്ക് സ്പെഷ്യൽ തന്നെ വേണം. എന്നൊന്നും നടക്കില്ലെങ്കിലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മിനി വേർഷൻ ഓഫ് പിസ്സയാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പിസ്സ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് 4 സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് കുറച്ച് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. കെച്ചപ്പ് ഉള്ളെങ്കിൽ കെച്ചപ്പ് തേച്ച് കൊടുത്താലും മതി. പിന്നെ നമ്മളിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കം, സവാളയും ചതുരത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തത് അതാണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കൂളിലേക്ക് പോകാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് സ്നാക്സൊക്കെ ആയിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നല്ല ഉഷാറിൽ സ്കൂളിലൊക്കെ പോവും. വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ മൊസറല്ല ചീസ് മാത്രം ഒന്ന് മേടിച്ച് വെച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് വെജീസ് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളടുത്തുള്ള ഒരുവിധം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഈ ചീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെജീസിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിൽ നമ്മൾ കുറച്ച് ചിക്കൻ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിലും ചീസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കാറുണ്ട്. മോനക്ക് അത്ര ഇഷ്ടമല്ല, മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാനോ ചട്ടി എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക എന്നുള്ളതാണ്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മളൊന്ന് നല്ല ചൂടായതിന് ശേഷം ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ആ ചട്ടിയിലേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു വെക്കുക. അപ്പോൾ ഒരു നല്ല ആവി കയറി ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ ചീസ് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണ സമയത്ത് നമ്മളിത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പെങ്കിലും ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ട പിടിക്കാണ്ട് നമുക്ക് നല്ല ഓരോന്നായിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ടിടാൻ കഴിയും. നമ്മുടെ ബ്രെഡ് പിസ്സയുടെ ടേസ്റ്റിംഗ് ആണ് ഇനി. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ മക്കളെ ഇതുപോലെ ഹാപ്പി ആക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ചട്ടിയിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അപ്പം ഞങ്ങൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഞങ്ങളെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്